ഹായ്, ശരത്താണ്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് CSB ബാങ്കിനെ കുറിച്ചിട്ടാണ്. CSB ബാങ്ക് എന്ന് പറഞ്ഞാൽ പഴയ കത്തോലിക് സിറിയൻ ബാങ്കാണ്. സോ അതിനകത്തൊരു മേജർ ആയിട്ടുള്ള ന്യൂസ് ആ ഒരു ബിസിനസിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. സോ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആ ഒരു കമ്പനിയുടെ പെർഫോമൻസ് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ എങ്ങനെയായിരുന്നു, അതുപോലെ വരുന്ന വർഷങ്ങളിലൊക്കെ എന്താണ് ഈ ഒരു ബാങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കണം. അത് മനസ്സിലായാൽ നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാകാതെ നമ്മൾ ഈ പറഞ്ഞ ന്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും നടക്കില്ല. വെറുതെ എല്ലാ ന്യൂസുകളും കാണുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇതിന്റെ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ CSB ബാങ്ക് നേരത്തെ കാത്തലിക് സിറിയൻ ബാങ്ക് ആയിരുന്ന സമയത്ത് ഇവർ മെയിനായിട്ട് കേരളത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് ലോൺ കാര്യങ്ങളൊക്കെയാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 2018 ഇവർക്ക് പുതിയൊരു ഇൻവെസ്റ്റർ വരുന്നത്. ആ പ്രൊമോട്ടർ കമ്പനിയുടെ പേരെന്ന് പറഞ്ഞാൽ ഫ്ലയർ ഫ്ലെക്സ് എന്നാണ്. അപ്പോൾ ആ പുതിയ പ്രൊമോട്ടർ വരുന്നു. അവർ വന്നതിന് ശേഷം ഈ ബാങ്കിനെ നല്ല രീതിയിൽ പറഞ്ഞാൽ ഇവർ കൂടുതലായിട്ട് കേരളത്തിന് പുറത്തേക്ക് ഇവർ ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങി. നല്ല രീതിയിൽ കഴിഞ്ഞ ഒരു 2-3 വർഷം നോക്കി കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ ബ്രാഞ്ചസ് കാര്യങ്ങളൊക്കെ കേരളത്തിന് പുറത്തേക്ക് കൂട്ടിയതായിട്ടും നല്ല പാൻ ഇന്ത്യ ലെവലിൽ ഇവർ വലിയ രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ പുതിയ സ്റ്റാഫിന്റെ എണ്ണമാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മൊത്തത്തിൽ ബാങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ബാക്കിന്റെ കാര്യങ്ങളെല്ലാം ഇവർ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു. ഇവർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലുള്ള അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ വന്നു. കസ്റ്റമർ ഇന്റർഫേസ് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഇവർ ചേഞ്ച് ചെയ്തു. ഇവർ 2030 മൊത്തത്തിൽ ഈ ഒരു ബിസിനസിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ നോക്കും ഇവരുടെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാഞ്ച് കൂടുതലായിട്ട് ഇവർ വൈഡർ ആയിട്ടുള്ള റീച്ച് കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ പുതിയ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ വന്നു, പുതിയ പ്രോഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഈ പുതിയ ഇന്റർഫേസ് ഉള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനി പുതിയ ആപ്പുകളും അല്ലെങ്കിൽ ഇവരുടെ കൂടുതലായിട്ടുള്ള സെയിൽസ് കാര്യങ്ങൾ, റീറ്റെയിൽ സെയിൽസ് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പോകുന്ന ഒരു ഫേസിലേക്കാണ് ബാങ്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റ് അത് തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇതേ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു FY27 അല്ല, FY28 മുതൽ ഇവർ ഒരു ഹൈ പേസിലുള്ള ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ആളുകൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മാനേജ്മെന്റ് അത് തന്നെയാണ് കഴിഞ്ഞ 1-2 വർഷമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. FY28 തൊട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് അല്ലെങ്കിൽ ഈ ഒരു FY27 ഈ ഒരു വർഷത്തിന്റെ Q4 തൊട്ട് അല്ലെങ്കിൽ അടുത്ത വർഷത്തിന്റെ Q1 തൊട്ടിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ആ രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഇവരിവിടെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇവർ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് വന്നില്ല. ഇപ്പൊ ഇന്ത്യയിലെ സിസ്റ്റം ക്രെഡിറ്റ് ഗ്രോത്ത് 15-16% എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ ആ ഒരു സമയത്ത് ഇവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 26% ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ഈ ഒരു ബാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ മുമ്പത്തെ വർഷം നോക്കി കഴിഞ്ഞാൽ ഏകദേശം 29% ലോൺ ബുക്കിന്റെ ഗ്രോത്ത് വരുന്നുണ്ടായിരുന്നു. നമ്മൾ മേജർ ആയിട്ടുള്ള ബാങ്കുകളൊക്കെ നോക്കിയാൽ ഏകദേശം 25% മുകളിൽ ഗ്രോ ചെയ്യുന്ന ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല. നമുക്കിപ്പോൾ നേരത്തെ പറയാനുണ്ടായിരുന്നു, IDFC ഫസ്റ്റ് ഉണ്ടായിരുന്നു. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എംപ്ലോയീസിന് ചെറിയൊരു ഫ്രോഡ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ സംഭവിച്ച് സോ അതിൻ്റെ ആയിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതല്ലാതെ വേറെ ബാങ്കുകളൊന്നും 27, 28, 30% ഇപ്പോൾ ഗ്രോ ചെയ്യുന്ന ബാങ്കുകൾ അധികം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മേജർ ബാങ്കുകളിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ്. പ്രത്യേകിച്ച് ലോൺ ബുക്കിന്റെ കാര്യത്തിൽ അവർ ഈ ഒരു എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് ലോൺ ബുക്കിൽ ആ ഗ്രോത്ത് വരുത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ എക്സ്പാൻഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഇവരുടെ സോഫ്റ്റ്വെയർ ബാക്ക് എൻഡിലുള്ള മുഴുവൻ കാര്യങ്ങളും ഇവർ ചേഞ്ച് ചെയ്യുകയാണ്. അതുപോലെ പുതിയ ബ്രാഞ്ചുകൾ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു, പുതിയ എംപ്ലോയീസിനെ ആഡ് ചെയ്യുന്നു, പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്നു. ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ഇവരുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കൂടും. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ ലോൺ ബുക്കിൽ ഗ്രോത്ത് വന്നാലും ഇവർക്കത് പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഈ എക്സ്പെൻസ് വരുന്നതുകൊണ്ട് തന്നെ ചിലവുകൾ കൂടുതലായിരിക്കും. പക്ഷേ ഇവർ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഈ ഒരു കമ്പനി ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് വരുന്ന വർഷങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പ്രൊഡക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കേരളത്തിൽ അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർ കൂടുതലായിട്ട് ലോൺ ബുക്ക് എന്ന് പറയുന്നത് ഗോൾഡ് ലോൺ ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. സോ അതിൽ നിന്നിട്ട് അവർക്ക് മാറിയിട്ട് ഒരു യൂണിവേഴ്സൽ ബാങ്കായിട്ട് മാറണം എന്നുള്ളതാണ് ബാങ്കിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഫുൾ സർവീസ് ബാങ്കായിട്ട് അവർക്ക് വർക്ക് ചെയ്യണം. സോ ആ രീതിയിൽ അവർ ഇനിയിപ്പോൾ ഗോൾഡ് ലോണിൽ നിന്ന് എല്ലാ ലോണുകളിലേക്കും ഒരു മാറാനുള്ള രീതിയാണ് മാനേജ്മെന്റ് അത് ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിലും കഴിഞ്ഞ വർഷം ഏകദേശം 40% ഈ പറഞ്ഞ ഗോൾഡ് ലോണിന്റെ ബുക്ക് ഉണ്ടായിരുന്നു. മൊത്തം ലോൺ ബുക്കിന് 40% ഗോൾഡ് ലോൺ ആയിരുന്നു. അത് ഈ ഒരു വർഷത്തിലേക്ക് നോക്കിയാൽ ഏകദേശം 53%, 54% ഗോൾഡ് ലോണിന്റെ ബുക്കാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ മാനേജ്മെന്റ് പറഞ്ഞ ഡയറക്ഷനിലേക്കല്ല നമുക്ക് തോന്നിയേക്കാം. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇവർ മൊത്തത്തിൽ ഈ ഒരു ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഇതിനകത്ത് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഇവർ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങുന്ന അടുത്ത ഫൈനാൻഷ്യൽ ഇയർ തൊട്ടിട്ട FY28 തൊട്ടിട്ട. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിന് മുമ്പായിട്ട് ഇവരുടെ റീറ്റെയിൽ സെക്ടറിൽ ഇപ്പം നോക്കിയാൽ MFIയിൽ കാര്യങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മൈക്രോ ഫിനാൻസ് ലോണുകളിൽ കൃത്യമായിട്ടുള്ള റീപേയ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സെക്ടറിലേക്ക് കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ റീറ്റെയിൽ ലോണുകൾ കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോണുകളൊന്നും അവർ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 1-2 വർഷത്തിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. കാരണം അതൊരു ഡിസ്കസ് ചെയ്യുന്ന മാക്സിമം കുറച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ MSME ലോണുകൾ നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ ഒരു കമ്പനികളെ ട്രാക്ക് ചെയ്യുന്നവർക്കറിയാം, MSME ലോണുകളിൽ ചെറിയ രീതിയിലുള്ള അസറ്റ് ക്വാളിറ്റിയിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവർ MSME ലോണുകളും കൂടുതലായിട്ട് കഴിഞ്ഞൊരു വർഷത്തിൽ ഡിസ്ബേഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ റീറ്റെയിൽ സെക്ടറിലാണല്ലോ അല്ലെങ്കിൽ MSME സെക്ടറിലാണെന്നുണ്ടെങ്കിലും ഇവർക്ക് വലിയ രീതിയിലുള്ള ലോൺ ബുക്കിൽ ഗ്രോത്ത് കാര്യങ്ങൾ വന്നില്ല. സെയിം ടൈമിൽ ഈ ഒരു ഗോൾഡിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ ഗോൾഡ് ലോൺ കാര്യങ്ങൾ ആ ഒരു ലോൺ ബുക്കിൽ വളരെ വലിയ ഗ്രോത്ത് കാര്യങ്ങൾ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇവർ ഗോൾഡ് സെക്യൂരിറ്റി ആയിട്ട് മേടിച്ച് വെച്ചിട്ട് MSME ലോണുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ അതിന് ഇപ്പോൾ RBIയുടെ ഗൈഡൻസ് പ്രകാരം ഇവർക്ക് അതിനെ ഗോൾഡ് ലോൺ ബുക്കിലേക്ക് തന്നെ അത് കാണിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സോ ആ ഒരു ലോൺ ബുക്ക് റീറ്റെയിൽ ചെയ്ത് നേരെ ഇതിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു രീതിയിലും ഗോൾഡ് ലോണിന്റെ ബുക്ക് ഗ്രോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ലോണുകൾ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ലോണിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇവർ ഇപ്പോൾ ടോട്ടലായിട്ട് ഇവരിൽ ഉള്ള എത്ര ടണ്ണ് ഗോൾഡ് ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ട്. സെയിം ടൈമിൽ അതേപോലെ തന്നെ ഇവരുടെ നമ്പർ ഓഫ് കസ്റ്റമേഴ്സും അല്ലെങ്കിൽ നമ്പർ ഓഫ് ലോൺസും അവർ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ലോൺ ബുക്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ ഗോൾഡ് ലോണിൽ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർ കുറച്ചുകൂടെ MSMEകൾക്ക് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ചുകൂടെ വലിയ ഗോൾഡ് ലോൺ കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഗോൾഡ് വെച്ചുകൊണ്ട് ഇവർ ബിസിനസിന് വേണ്ടി 5 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ ലോൺ എടുക്കുന്ന ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനാണ് ഇവർ കൂടുതലായിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നീഡിനുള്ള ഈ പറഞ്ഞ ഗോൾഡ് മാത്രമേ ഇവർ കൊണ്ട് ഇവിടെ പണയം വെക്കുന്നുള്ളൂ. ബാക്കിയുള്ള ലോൺ അവരുടെ കയ്യിൽ ബാക്കിയുള്ള ഗോൾഡ് അവരുടെ കയ്യിൽ തന്നെ കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വർണ്ണം ഓവറായിട്ട് ഇവരുടെ കയ്യിൽ വരുന്നുമില്ല. സെയിം ടൈമിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള ഗോൾഡ് ലോൺ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ കൂടുതൽ ലോൺ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ LTV നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 66%. അതായത് ലോൺ എത്രയാണോ ഗോൾഡിന്റെ വാല്യൂ അതിന്റെ 66% ഇവർ ലോൺ കൊടുക്കുന്നത്. ഇൻ കേസ് സ്വർണ്ണത്തിന്റെ വില താഴേക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഇവർക്ക് ഈ കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് ഗോൾഡ് വേണമെങ്കിൽ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഗോൾഡിന്റെ പ്രൈസ് കുറച്ച് താഴേക്ക് പോയാലും ഇവരെ വലിയ രീതിയിൽ അഫക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ RBI ഗൈഡ് ചെയ്യുന്ന ഏകദേശം 75% വരെ LTV കൊടുക്കാൻ തോന്നാം. സോ ഇവർ ഇപ്പോഴത്തെ LTV എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ Q4 റിസൾട്ട് വരുന്ന സമയത്താണ് പറയുന്നത്. ഇപ്പോൾ ഗോൾഡ് പ്രൈസ് കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട്. എങ്കിൽ Q4 റിസൾട്ട് വരുന്ന സമയത്ത് ഏകദേശം 66% മാത്രമേ ഉള്ളായിരുന്നു LTV എന്ന് പറയുന്നത്. സോ അതും സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ബാങ്കിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർ ഈ പറഞ്ഞ പോലെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ MSMEകൾക്ക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വലിയ ഗോൾഡ് ലോണുകൾ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ പലിശയിൽ അവർ എന്തായാലും ബാർഗെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന്റെ പലിശകൾ കാര്യങ്ങൾ കുറച്ചുകൂടെ കുറവായിരിക്കും. റീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ സാധാരണ ആൾക്കാർ നിന്ന് വെക്കുന്ന ഗോൾഡ് ലോണിനെ കഴിഞ്ഞിട്ട് പലിശ കാര്യങ്ങൾ കുറവായിരിക്കും ഈ പറഞ്ഞ വലിയ MSMEകൾക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്. സോ അങ്ങനെ വരുമ്പോഴത്തേന് ഇവരുടെ ഈൽഡിനെ ഈ പറഞ്ഞ ഗോൾഡ് ലോണുകൾ ഈൽഡിനെ കുറയ്ക്കും. അതേപോലെ തന്നെ ഇവരുടെ ഈ പറഞ്ഞ കാസ റേഷ്യോ നോക്കിയാൽ അതല്ലെങ്കിൽ ഇവരുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് നോക്കിയാൽ ഇവരുടെ ഡിപ്പോസിറ്റ് ബുക്ക് നോക്കിയാൽ ഡിപ്പോസിറ്റ് ബുക്കിൽ ഇവർക്ക് മേജർ ആയിട്ടുള്ള ഡിപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഹോൾസെയിൽ ഡിപ്പോസിറ്റ് ആണ്. അതായത് FD പോലത്തെ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബിസിനസ്സുകളുടെ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് കൂടുതലായിട്ട് വരുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ആ ഡിപ്പോസിറ്റിന് ഇവർ കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ഇവർ കൊടുക്കുന്ന ലോണുകളുടെ ഈൽഡ് കുറഞ്ഞു. അതായത് പ്രത്യേകിച്ച് വലിയ ഗോൾഡ് ലോണുകൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ഈൽഡ് കുറഞ്ഞു ഇവർ കൊടുക്കുന്നതിലുണ്ട്. സെയിം ടൈമിൽ ഇവരുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. കാരണം ഇവർക്ക് ബൾക്കായിട്ടുള്ള ഡിപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ബൾക്കായിട്ട് വരാൻ തുടങ്ങി. റീറ്റെയിൽ ഡിപ്പോസിറ്റിനെ കഴിഞ്ഞ് ഇവരുടെ കാസ റേഷ്യോ നോക്കിയാൽ ഒരു 3 വർഷം മുമ്പ് ഏകദേശം 27% കാസ റേഷ്യോ ഉണ്ടായിരുന്നു. അതിപ്പോൾ 20% താഴേക്ക് എത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് ബോറോയിങ് കൂടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവരുടെ നിംസിനെ അത് അഫക്ട് ചെയ്തിട്ടുണ്ട്. നിംസിനെ അഫക്ട് ചെയ്യുന്ന സമയത്ത് ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കുറയും. അതായത് ഇവരുടെ ഇൻകം കുറയുകയും അതുപോലെ തന്നെ ഇവർക്ക് ഈ എക്സ്പെൻസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല ഇവർ വൈഡായിട്ട് ഇവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബ്രാഞ്ചസ് കാര്യങ്ങളൊക്കെ ഇവർ വൈഡൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇവരുടെ എക്സ്പെൻസ് കാര്യങ്ങൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇൻകം കുറഞ്ഞു. അതുപോലെ തന്നെ എക്സ്പെൻസ് കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ ഏകദേശം 6-7% പ്രോഫിറ്റ് ഗ്രോത്ത് മാത്രമേ ഈ ഒരു കമ്പനിയിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇൻകം ഗ്രോത്ത് നോക്കിയാൽ അതായത് പ്രത്യേകിച്ച് ലോൺ ബുക്ക് ഏകദേശം 26-27% ഗ്രോ ചെയ്തപ്പോൾ തന്നെ ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഏകദേശം 17%-ഓളാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതെല്ലാം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒന്ന് ഇവരുടെ പ്രൊഡക്റ്റ് മിക്സ് കാര്യങ്ങൾ ഇവർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഹൈ പേസിൽ ഇവർ ഗ്രോ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. സോ അതൊന്നും അത്ര മോശമായിട്ടുള്ള കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഇവർ വരുന്ന വർഷങ്ങളിൽ ഇതിനൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പറഞ്ഞ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വേറൊരു മാനുഫാക്ചറിംഗ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാണോ അവിടെ ക്യാപെക്സ് ചെയ്യുന്നത് അതേ കാര്യം തന്നെയാണ് ഇവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവരുടെ പോർട്ട്ഫോളിയോ മിക്സ് ഒക്കെ നോക്കിയാലും ഇവർ റീറ്റെയിൽ ലോണുകളിലേക്ക് കൂടുതലായിട്ട് ഇനി കിടക്കാനായിട്ട് പോകുന്നുള്ളൂ. അത് വരുന്ന FY 28 നല്ല രീതിയിൽ ഈ പറഞ്ഞ റീറ്റെയിൽ ബുക്കിലേക്ക് ഇവർ കിടക്കാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ SME ബുക്ക് ആണെന്നുണ്ടെങ്കിൽ അതിലും നല്ല രീതിയിൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരും. സോ അത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവരുടെ ഈൽഡ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഇവരുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് കാര്യങ്ങളൊക്കെ ഇവർ കുറയ്ക്കാനായിട്ട് ഈ ഒരു വർഷം ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാസ റേഷ്യോ ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ്. കാരണം ഇവരുടെ കറണ്ട് അക്കൗണ്ട് സേവിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് വളരെ താഴേക്ക് വന്നത് 20% താഴേക്ക് പോയിട്ടുണ്ട്. സോ കാസ റേഷ്യോ കുറയാന്ന് പറഞ്ഞാൽ ഇവരുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് കൂടാനുള്ള പോസിബിലിറ്റിയാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. സോ ഇവർക്ക് ബൾക്കായിട്ടുള്ള ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ FD പോലത്തേനൊക്കെ കൂടുതലായിട്ട് ഇവർക്ക് വേണ്ടത് കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ഈ ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് കൂടുതലായിട്ട് വേണ്ടത്. അത് കിട്ടിയാലുള്ള ഇവർക്ക് കുറഞ്ഞ റേറ്റിൽ ഇവർക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഇവർ കൂടുതലായിട്ട് കാസ റേഷ്യോ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു വർഷം തൊട്ടാണ് മാനേജ്മെന്റ് നല്ല ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഈ ഒരു ബിസിനസ്സിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നല്ല ആ ഒരു രീതിയിലാണ് അവർ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിൽ നോക്കിയാൽ ഇവരുടെ ബ്രാഞ്ചസോ അല്ലെങ്കിൽ നെറ്റ്വർക്കോ ഒക്കെ നോക്കിയാൽ നല്ല രീതിയിൽ വൈഡൻ ചെയ്തു. അതേപോലെ തന്നെ ഇവരുടെ ബാക്ക് എൻഡ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്തു. പുതിയ പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണ് ഈ FY 27 എന്ന് പറയുന്നത്. അതിനുശേഷം FY 28 മുതൽ ഹൈ പേസിലുള്ള ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റോക്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ നിംസ് നോക്കിയാൽ ഏകദേശം 3.75-നും 4-നും ഇടയ്ക്കാണ് നിംസ് മാനേജ്മെന്റ് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ ഗൈഡ് ചെയ്ത് ഏകദേശം അതിൽ തന്നെ ഏകദേശം 3.8387 മറ്റാണ് ഇവരുടെ നിംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ അടുത്ത വർഷത്തേന് ഇത് തന്നെയാണ് ഇവരുടെ നിംസ് ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിംസിൽ അടുത്ത വർഷത്തേന് വലിയ രീതിയിലുള്ള എക്സ്പാൻഷൻ വരാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ല ഈ റീറ്റെയിൽ ബുക്ക് കാര്യങ്ങളൊക്കെ അതിന് അടുത്ത വർഷം തൊട്ടേ നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് തുടങ്ങുള്ളൂ.
അങ്ങനെ സംഭവിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ നിംസ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകുക. അതേപോലെ തന്നെ ഇപ്പോൾ RBIയുടെ റേറ്റ് കട്ട് കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ബെനിഫിറ്റ് ഒക്കെ കിട്ടാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ തൊട്ടാണ് കിട്ടാനായിട്ട് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ RBIയുടെ റേറ്റ് ഒക്കെ കൂട്ടുക കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ഈ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ പറഞ്ഞ അവരുടെ നിംസിനെ കാര്യങ്ങളൊക്കെ ഒരു ഷോർട്ട് ടൈമിൽ അതൊക്കെ ഇൻക്രീസ് ചെയ്യാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു വർഷത്തിൽ ഈ ഒരു രീതിയിലുള്ള എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. FY27 മാനേജ്മെന്റ് പറഞ്ഞാൽ നിംസ് നമുക്ക് ഒരു 3.75 to 4 അടയ്ക്കും. അതുപോലെ തന്നെ ROE നോക്കിയാൽ ROE ഈ ഒരു വർഷം നോക്കിയാൽ ഈ ഒരു Q4 എൻഡ് ചെയ്തപ്പോഴത്തേന് ഏകദേശം 17ലേക്ക് എത്തിയിട്ടുണ്ട്. ഫുൾ ഇയറിൽ 14% ROE എന്ന് പറഞ്ഞാൽ 14%. സോ അടുത്തൊരു വർഷത്തിന് അവർ 15% മുകളിൽ ഫുൾ ഇയറിൽ അവർക്ക് ROE ഉണ്ടാവും എന്നുള്ള കാര്യം. അതേപോലെ ROE എന്ന് പറയുന്ന അവർ ഗൈഡ് ചെയ്തിരിക്കുന്നത് 1.5% മുകളിൽ എത്തും എന്നുള്ള കാര്യമാണ്. അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലെ കാര്യമാണ്, FY27 കാര്യമാണ്. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ 1.3ക്ക് താഴെയാണ് അവരുടെ ROE എന്ന് പറയുന്നത്. ഈ ഒരു ക്വാർട്ടറിൽ മാത്രം നോക്കിയാൽ 1.5 എത്തിയിട്ടുണ്ട് അവരുടെ ROE എന്ന് പറയുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് അടുത്തൊരു വർഷം ഏകദേശം ഒരു 850 തൊട്ട് ഒരു 950 കോടിക്കുള്ളിൽ തന്നെ അവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു രീതിയിൽ നോക്കിയാൽ അടുത്തൊരു വർഷം മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന ലോൺ ബുക്കിന്റെ ഗ്രോത്ത് അവർ മിനിമം 25% ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞു. 25 to 30% ഇടയ്ക്ക് നമുക്ക് ലോൺ ബുക്കിന്റെ ഗ്രോത്ത് എന്തായാലും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവരുടെ ഈ പറഞ്ഞ കുറച്ച് ചെറിയ രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വലിയ രീതിയിലുള്ള ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒന്നും കിട്ടില്ല. എന്നാൽ പോലും നമുക്ക് ഇപ്പോൾ അവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്തിനേക്കാൾ ചെറിയ കുറച്ച് മുകളിലായിട്ടൊക്കെ പ്രോഫിറ്റിൽ ഗ്രോത്ത് വരുത്താനുള്ള സാധ്യത മൊത്തത്തിൽ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ ഇന്ന് പുതിയതായിട്ട് മേജർ ആയിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഈ ബിസിനസ് നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷങ്ങളിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ ന്യൂസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ IDBI ബാങ്ക് ഉണ്ടല്ലോ, IDBI ബാങ്കിന്റെ ഏകദേശം 45% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ 49% LIC ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഏകദേശം 95% ഹോൾഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ LICയും കൂടെയാണ്. അവിടെ ഒരു ബാങ്കിൽ ക്രൈസിസ് വന്ന സമയത്ത് ഈ പറഞ്ഞ LIC അതേപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടെയാണ് ഫണ്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അവർ രണ്ടുപേരും ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ അവിടെ പുതിയതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇവരുടെ പ്രൊമോട്ടർ, അതായത് CSB ബാങ്കിന്റെ പ്രൊമോട്ടർ ആയിട്ടുള്ള ഫെയർഫാക്സ് എന്ന് പറയുന്ന കമ്പനി അവർ അതിനകത്ത് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അവർ അതിലേക്ക് ബിഡ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേന് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ RBIയുടെ റൂൾ പ്രകാരം ഒരു പ്രൊമോട്ടറിന് ഒരു കമ്പനിയിൽ ഒരു ബാങ്കിൽ ഇവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു പ്രൊമോട്ടർക്ക് 2 ബാങ്ക് ഇന്ത്യയിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇവർ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇവർക്ക് ഈ പറഞ്ഞ ഈ CSB ബാങ്കിന്റെ ഇവർ ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവർക്ക് സെല് ചെയ്യേണ്ടതായിട്ട് വരും. അവരത് ബിഡിനകത്തും പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് അപ്രൂവൽ, RBIയുടെ അപ്രൂവൽ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായാലും ഈ CSB ബാങ്കിന്റെ ഹോൾഡിംഗ് സെല് ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 40% CSB ബാങ്കിന്റെ ഹോൾഡിംഗ്, പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള ഒരു ബാങ്കാണ് CSB ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ രീതിയിലുള്ള പ്രൊമോട്ടർ എക്സിറ്റ് ആവുന്ന സമയത്ത് അത്രയും വലിയ ഇവരുടെ സ്റ്റോക്കിൽ ഈ പറഞ്ഞ പോലെ സെല്ലിംഗ് പ്രഷർ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു നല്ല പ്രൊമോട്ടർ കാര്യങ്ങൾ വരുമോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ സീറോ പ്രൊമോട്ടറിലാണ് ഇനി ഇത് വർക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊരു അൺസർട്ടനിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇപ്പോൾ ഫൈനൽ ആയിട്ടുള്ള ഡിസിഷൻ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ അതിപ്പോൾ ഏകദേശം ഈ ഒരു വർഷത്തിൽ തന്നെ മിക്കവാറും LIC, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിൽ നിന്ന് ഇപ്പം IDBI ബാങ്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു സമയം വരുന്ന സമയത്തേക്ക് ഇവർ അതിന് മുമ്പായിട്ട് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി നിൽക്കുക, അല്ലെങ്കിൽ ഇവർ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് നോക്കിയാൽ അവരുടെ നല്ല രീതിയിൽ ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ IDBI ബാങ്കിന്റെ ഈ CSB ബാങ്കിന്റെ നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് നോക്കിയാൽ ഏകദേശം 5000-6000 കോടിയൊക്കെയാണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. അതിൽ തന്നെ 40% ഇവർ ഹോൾഡ് ചെയ്യുന്നത്. പക്ഷെ RBIയുടെ ഗൈഡൻസ് പ്രകാരം ഇവർ അടുത്തൊരു 7 വർഷത്തിനുള്ളിൽ ഇവരുടെ ഹോൾഡിംഗ് 26% താഴേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേന് ഇവരുടെ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1000-1500 കോടിയിലേക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇൻ കേസ് ഇവിടുത്തെ ബാങ്ക് ഡബിൾ ആയാൽ പോലും, അതായത് ബാങ്കിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഡബിൾ ആയാലും സ്റ്റോക്ക് ഡബിൾ ആയാൽ പോലും ഇവരുടെ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 2000-2500 കോടിയൊക്കെ വരുള്ളൂ. സെയിം ടൈമിൽ ഇവർക്ക് ഇപ്പോൾ ഈ IDBIയിൽ നോക്കിക്കഴിഞ്ഞാൽ IDBIയിൽ ഏകദേശം 40,000 തൊട്ട് 50,000 കോടിയുടെയാണ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അവിടെ പുതിയതായിട്ട് അവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അത്രയും വലിയൊരു ഫണ്ട് ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയത്ത് ഈ ഒരു ബാങ്കിൽ ഒരു ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ല, അത്രയും വലിയ ഫണ്ട് ഇവർക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെയാണ് ഇവർ വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും ആ ഒരു സൈഡിലേക്ക് പോകുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് പക്ഷേ ഈ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് CSB ബാങ്കിന്റെ ബിസിനസ്സിലോ അല്ലെങ്കിൽ ഫണ്ടമെന്റലായിട്ട് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ മൊത്തത്തിൽ എക്സിറ്റ് ആവാണ്. അവരൊരു 5%, 10% ഒക്കെ സെല് ചെയ്യുന്ന പോലെയല്ല, മൊത്തത്തിൽ ആ ഒരു പ്രൊമോട്ടർ എക്സിറ്റ് ആവുക എന്ന് പറയുന്നത്. കാരണം ഇവരിപ്പോൾ 2030 വിഷൻ 2030 കാര്യങ്ങളൊക്കെ വരുന്നത് വെച്ചാൽ ഇവരാണല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇവർ കൊണ്ടുവന്ന മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ ഇവരുടെ വിഷൻ അണ്ടറിലാണ് ബാങ്ക് ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവർ മൊത്തത്തിൽ മാറി കഴിയുമ്പോഴത്തേന് ഈ പറഞ്ഞ ബാങ്കിന്റെ പെർഫോമൻസോ അല്ലെങ്കിൽ ഇവരുടെ ഫിലോസഫി കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ വരും, അല്ലെങ്കിൽ ഗ്രോത്ത് വരുന്ന പോലെ തന്നെ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പുതിയ മാനേജ്മെന്റ് വരികയും സോ അതിനുശേഷം അവരെന്ത് ഡിസിഷനാണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ആൻസിപ്പേറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളിലൊക്കെ അൺസർട്ടനിറ്റി കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു സ്റ്റോക്കിൽ ബൈ ചെയ്യാന്ന് പറയും. ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റോക്കിൽ ഈ ഒരു വർഷത്തിൽ ഇവരുടെ പെർഫോമൻസ് നോക്കിയിട്ട് ഈ ഒരു അടുത്ത് വരുന്ന Q1, Q2, Q2, Q3 പെർഫോമൻസ് നോക്കിയതിന് ശേഷം പ്രത്യേകിച്ച് ഇവർ അടുത്ത FY28 ഇവരുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ചെറിയ രീതിയിൽ ഇതിനകത്ത് പൊസിഷൻസ് ആഡ് ചെയ്യാന്നൊക്കെ ഓർത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഇതിനകത്ത് പൊസിഷൻസ് ആഡ് ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വെച്ചിട്ട്
ഈ സമയത്ത് ഇതിനകത്ത് ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ അത്ര ഒരു വയസ്സായിട്ടുള്ള ഡിസിഷൻ ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഓൾറെഡി ഇതിനകത്ത് ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് സോ അവരുടെ റിസ്ക് അതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇവരെന്തൊക്കെയാണ് ആൻസിപ്പേറ്റ് ചെയ്താണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, സോ അതിനനുസരിച്ചിട്ട് അവർക്ക് ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു ഫ്രഷ് ആയിട്ട് എൻട്രി എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നല്ലൊരു പൊസിഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബാക്കി ബിസിനസിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളില്ല. ഈ പറഞ്ഞ പോലെ പ്രൊമോട്ടറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനകത്ത് ഈ ഒരു അൺസർട്ടനിറ്റിയിൽ എന്ത് മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ മൊത്തം ഇന്ത്യയുടെ മാർക്കറ്റ് നോക്കിയാൽ ഇവിടെ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ബാങ്കുകളാണ്, പ്രത്യേകിച്ച് ലോൺ ബുക്കിന്റെ ഗ്രോത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രോത്തിന്റെ ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 26-27% അല്ലെങ്കിൽ ഈ ഒരു പേസിൽ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന ലോൺ ബുക്ക് ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബാങ്കാണ് ഈ പറഞ്ഞ CSB ബാങ്ക്. അതേപോലെ തന്നെ ഈ സെയിം ടൈമിൽ നോക്കിയാൽ IDFC ഫസ്റ്റ് ബാങ്ക് ഈ പറഞ്ഞ രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന ബാങ്കാണ്. സോ IDFC ഫസ്റ്റ് ബാങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ എംപ്ലോയീസ് ഫ്രോഡ് കാണിക്കുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു. പ്രത്യേകിച്ച് മാർക്കറ്റൊക്കെ നന്നായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സിസ്റ്റം ക്രെഡിറ്റ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഈ പറഞ്ഞ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ഈ രണ്ട് ബാങ്കുകളിലും ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സെയിം ടൈമിൽ അവിടെ ഓൾറെഡി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ DCB ബാങ്ക് നോക്കിയാൽ അവർ നേരത്തെ എങ്ങനെയാണ് പെർഫോം ചെയ്തേക്കുന്നത്, ഏകദേശം 18-20% ഗൈഡൻസ് ആണ് മാനേജ്മെന്റ് വരുന്നത്. സോ അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അവർ ആ ഒരു രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അവരുടെ പെർഫോമൻസിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നോക്കിയാലും അവിടെ നല്ല ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു Q4 റിസൾട്ടിന്റെ സമയത്ത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ എല്ലാ പ്രൊഡക്റ്റുകളും സെല്ല് ചെയ്യുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബാങ്കായിട്ടുള്ള ബാങ്കുകളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ബാങ്കുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞൊക്കെ. അതിനകത്ത് ഈ CSB ബാങ്കിൽ IDFC ഫസ്റ്റിൽ ഈ പറഞ്ഞ ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതല്ലാതെ ഇപ്പം നോക്കി കഴിഞ്ഞാൽ നമുക്ക് RBL ബാങ്കിൽ ചെറിയ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരും. ചെറിയ ഇമ്പ്രൂവ്മെന്റ് അല്ല, നല്ല ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും Q1 റിസൾട്ട് വരാണ്ട് പോകും. സോ അതിനുശേഷം നമുക്ക് RBL ബാങ്കിന്റെ ഒരു വീഡിയോ ചെയ്യാം, മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ബിസിനസ് അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പം സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ എല്ലാത്തിനോട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതും നമുക്ക് ഈ ഒരു Q1 റിസൾട്ടിന്റെ സമയത്ത് മൊത്തം ബാങ്കുകളുടെ ഈ പറഞ്ഞ സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ മൊത്തത്തിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ CSB ബാങ്കിൽ പൊസിഷനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ന്യൂസിനെ ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.